Hi, in this video, I am starting our discussion on computational physics. So, the first topic is concept of high level language. So, you know that computer hardware provide us with the means of processing and storing information. So, in computer hardware or in computer, you can do two things. You can process an information or you can store the information. But the bare machine, computer എന്നുള്ള bare machine is useless. ആ bare machine useful ആവണമെങ്കിൽ there should be some softwares installed in that machine. And in order to make the computer to perform useful work for us, it has to be driven by means of software programs which specify the tasks to be done. And the combination of hardware and software, this combination of hardware and software provides a total usable system. So ഒരു കമ്പ്യൂട്ടർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ വേണം ആൻഡ് സോഫ്റ്റ്വെയർ വേണം. ഹാർഡ്വെയർ മീൻസ് നമ്മൾ അത് കാണുന്ന നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെഷീന്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് പിന്നെ യൂസ് ചെയ്യുന്ന ടാസ്ക് പ്രോഗ്രാംസ് ആണ്. എക്സാമ്പിൾസ് വേർഡ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, വേർഡ്, പവർ പോയിന്റ്, അഡോബ് റീഡർ, ഇതൊക്കെ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടാസ്ക് നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. സോ എ കമ്പ്യൂട്ടർ മീൻസ് ദർ ഷുഡ് ബി എ ഹാർഡ്വെയർ പാർട്ട് ആൻഡ് എ സോഫ്റ്റ്വെയർ പാർട്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ കേസിൽ നമുക്ക് ഹ്യൂമൻ ബോഡി ഈസ് ദി ഹാർഡ്വെയർ എന്ന് പറയാം. അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊക്കെ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. അത് ഉണ്ടാകുമ്പോഴേ നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. നൗ computers are machines, so they cannot understand natural languages. So natural languages means the language that we are speaking. ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, these languages കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഡിഫറൻ്റ് ആണ്. To give instructions to computer, different computer languages have been developed. സോ കമ്പ്യൂട്ടറിന് നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടറിനെ കൊണ്ടൊരു ടാസ്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രോഗ്രാംസ് എഴുതണം. ദാറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോഗ്രാം മീൻസ് ദി ഇൻസ്ട്രക്ഷൻസ്, ദാറ്റ് ഇൻസ്ട്രക്ഷൻസ് നാച്ചുറൽ ലാംഗ്വേജിലാവരുത്, പകരം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലാവണം. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് ഡെവലപ്ഡ് മെനി ലാംഗ്വേജസ്. നൗ ടു ഗെറ്റ് എ പെർട്ടിക്കുലർ വർക്ക് ഡൺ ബൈ കമ്പ്യൂട്ടർ, programmers write instructions using these computer languages. Okay, now let us explain what is the syntax of a statement or syntax of a program. നമ്മൾ ചില പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പോൾ ഒരു എറർ മെസ്സേജ് വരും, ദർ ഇസ് എ സിൻടാക്സ് എറർ. സോ സിൻടാക്സ് എന്ന ടേം കൊണ്ട് എന്താണ് കമ്പ്യൂട്ടർ ടെർമിനോളജിയിൽ അർത്ഥമാക്കുന്നത്, എന്താണ് സിൻടാക്സ് എന്നാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഈച്ച് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ വെക്കാബുലറി. ഇഫ് യു കൺസിഡർ എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ആ കമ്പ്യൂട്ടർ ലാംഗ്വേജിന് വെക്കാബുലറീസ് ഉണ്ടാവും. സോ അതായത് അതിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, എക്സ്പ്രഷൻസ്, നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ചില, ഇപ്പോൾ പൈത്തണിലാണ് ഈ പ്രിൻ്റ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സിയിലാകുമ്പോൾ വേറെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, പ്രിൻറ്റ് എഫ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സോ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വെക്കാബുലറീസ് ഉണ്ട്. And the vocabulary of the computer language is very limited. So this you should note. ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ വെക്കാബുലറി ലിമിറ്റഡ് ആണ്. വേറസ് നാച്ചുറൽ ലാംഗ്വേജിന്റെ വെക്കാബുലറി ലിമിറ്റഡ് അല്ല, ലോട്ട് ഓഫ് വേർഡ്സ് ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് വേർഡ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. ഇപ്പോൾ നമ്മളൊരു 5 വയസ്സായ ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് ഏകദേശം 2000-ഓളം വേർഡ്സ് ഉണ്ടാവും. നമ്മുടെ മദർ ടങ്, നമ്മുടെ പിന്നെ മലയാള ഭാഷയിൽ ഇപ്പോൾ നമ്മളെ കുട്ടികളാണെങ്കിൽ 2000-ഓളം വേർഡ്സ് അവരെടുത്തിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ് പറയാം. സോ ബട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആകെ ദിസ് മച്ച് വേർഡ്സേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പ്രായം കൂടുന്തോറും നമ്മുടെ വെക്കാബുലറി ഡെവലപ്പ് ചെയ്ത് വരും. ബട്ട് കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ കേസിൽ കുറച്ച് ഇതേ ഉള്ളൂ, വെക്കാബുലറീസേ ഉള്ളൂ. ദാറ്റ് വെക്കാബുലറി വെച്ചിട്ട് വേണം നമ്മൾ മുഴുവൻ ടാസ്കും കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. ഓക്കെ. ആൻഡ് ഈച്ച് നാച്ചുറൽ ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് റൂൾ ഓഫ് ഗ്രാമർ. ഓഫ് കോഴ്സ് ദർ ഇസ് ഗ്രാമർ റൂൾസ്. And similarly, each computer language too has its sets of rules, and these sets of rules are said to be syntax rule. So ഓരോ കമ്പ്യൂട്ടർ ലാംഗ്വേജിലുള്ള സെറ്റ്സ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ സിൻടാക്സ് റൂൾസ് എന്ന് പറയുക. അതായത് നമ്മുടെ കോമൺ ലാംഗ്വേജിൽ, നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിലെ ഗ്രാമർ റൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പ്യൂട്ടർ ലാംഗ്വേജിലുള്ള റൂൾസ് ആണ് സിൻടാക്സ് റൂൾസ്. ആ റൂൾസ് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് വർക്ക് ചെയ്യൂല, പ്രോഗ്രാംസ് റൺ ചെയ്യൂല. Okay.
Now, computer languages can be classified into different types that I am going to describe. Different computer languages are suitable for different application, and all the computer languages can be classified into three. First one, machine language. Second one, assembly language. Third one, high level language. Now, the machine language and assembly language, the first two language, these two are said to be low level language. These are low level language. And you have a high level language. An example for high level language is Python. നമുക്ക് പഠിക്കാനുള്ള Python ഒരു high level language ആണ്. C ഒരു high level language ആണ്. Java is another example. C++ is another example. COBOL is another example. Basic is another example, and there are many others. Pascal is another example. Fortran is another. There are a lot of computer programming languages. Okay, but we will study about Python. Python ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ആയ ഒരു പ്രോഗ്രാം ലാംഗ്വേജ്, ആൻഡ് നമുക്ക് എല്ലാ സയന്റിഫിക് കാൽക്കുലേഷനും പൈത്തണിൽ ചെയ്യാനും പറ്റും. സോ നമ്മൾ പൈത്തനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുക. Now, what is machine language? So, നമ്മൾ ക്ലാസിഫൈ ചെയ്ത മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. Now, firstly we will describe about machine language, then എന്താണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയും, then ഹൈ ലെവൽ ലാംഗ്വേജസ് എന്താണെന്ന് കൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും ഈ വീഡിയോയിൽ. So, machine language means a machine language is the only language that computer understands. So, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ മെഷീൻ ലാംഗ്വേജ് ആണ്. And it is the fundamental language of the computer. കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. And we may use different language to program a computer. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ ലെവൽ ലാംഗ്വേജസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. C++, Python, COBOL എല്ലാം. But all these programs to be converted into machine language. കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. So, however, each computer program written in other computer language is to be translated to machine language before running that program. And that is, even if we write a program in assembly or high level language, ultimately it is a machine language that instructs the computer. And in a machine language, the instructions are written as strings of binary ones and zeros. മെഷീൻ ലാംഗ്വേജിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ബൈനറി ലാംഗ്വേജിലായിരിക്കും, വൺസ് ആൻഡ് സീറോസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കമ്പ്യൂട്ടറിനോട് ആഡ് ടു നമ്പേഴ്സ് എന്ന് പ്രോഗ്രാമിൽ പറയുമ്പോൾ കമ്പ്യൂട്ടർ ഈ ആഡ് എന്ന് പറയുന്ന മെസ്സേജിന് എന്ത് ചെയ്യണം, സം ബൈനറി കോഡ് ആക്കിയിട്ട് മാറും. സോ കമ്പ്യൂട്ടറിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി എ ബൈനറി നമ്പർ, ബിക്കോസ് കമ്പ്യൂട്ടറിന് ഇലക്ട്രിക് സിഗ്നലിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസേ മനസ്സിലാവുള്ളൂ. ബൈനറിയിലാണ് കമ്പ്യൂട്ടർ പ്രൊസസ്സർ വർക്ക് ചെയ്യുക, മൈക്രോ പ്രൊസസ്സർ വർക്ക് ചെയ്യുക, കമ്പ്യൂട്ടറിന്റെ പ്രൊസസ്സർ വർക്ക് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മെഷീൻ നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ഈ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിലേക്ക് ഇലക്ട്രിക് പൾസ് ആക്കി മാറ്റും, അതിനെ ബൈനറി ആക്കി മാറ്റും, അതായത് 0 and 1 കോമ്പിനേഷൻ ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, ആൻഡ് ഈച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഹാസ് ഇറ്റ്സ് ഓൺ മെഷീൻ ലാംഗ്വേജ്. സോ പ്രൊസസ്സർ മാറുന്നതിനനുസരിച്ചിട്ട് മെഷീൻ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യും. Now, as the machine language is the language of CPU, programs in this language are executed very fast. So, പിന്നെ ലാംഗ്വേജിലാണ് നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നതെങ്കിൽ ആ പ്രോഗ്രാം പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യും, ബിക്കോസ് ആ ലാംഗ്വേജ് ആണ് മെഷീൻ്റെ ലാംഗ്വേജ്. ദാറ്റ് ഈസ് ട്രൂ, ബട്ട് ദർ ആർ പ്രോബ്ലംസ്. റൈറ്റിംഗ് എ പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് എറർ പ്രോൺ. സോ ദിസ് പോയിന്റ് യു ഷുഡ് നോട്ട്. ഒരു പ്രോഗ്രാം നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ എഴുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്, ദെൻ എറർ പ്രോൺ ആണ്. വെരി ടൈം കൺസ്യൂമിങ്, അതുപോലെ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമുക്കറിയാം, നമ്മൾ ബൈനറിയിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് 100100011 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുക. സോ ഒരു 1 മാറിയിട്ട് 0 ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം മുഴുവൻ തെറ്റിപ്പോകും. സോ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ദെൻ ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ചെറിയൊരു കോഡിനെ തന്നെ നിങ്ങൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു വലിയ നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, അതായത് ലോട്ട്സ് ഓഫ് ബിറ്റ്സ് ഉണ്ടാവും. സോ അത്രയും ബിറ്റ്സ് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കൽ ലോട്ട് ഓഫ് ടൈം എടുക്കും. ആൻഡ് ദി പ്രോഗ്രാം ഹാസ് ടു റിമെമ്പർ ഓൾ ബൈനറി ഇൻസ്ട്രക്ഷൻ. ഒരു പ്രോഗ്രാമർക്ക് ബൈനറി ഇൻസ്ട്രക്ഷൻസ് റിമെമ്പർ ചെയ്യൽ വളരെ പ്രയാസമായിരിക്കും. എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2 നമ്പറിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഐ ഹാവ് എ സിമ്പിൾ ആഡ് എന്ന്, ഞാൻ ആഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ആഡ് എന്ന് ഓർത്തിരിക്കാൻ ഈസിയാണ്. പക്ഷേ ഈ ആഡിന്റെ സപ്പോസ് ഇതിന്റെ ബൈനറി കൺവേർഷൻ 100110010001 ആണെന്നുണ്ടെങ്കിൽ ദിസ് നമ്പർ ഓർത്തിരിക്കൽ എനിക്ക് പ്രയാസമായിരിക്കും.
ബട്ട് ആഡ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയും. സോ ദി പ്രോഗ്രാം അതർവൈസ്, സോ നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമർ ദിസ് കോഡ് മുഴുവനായിട്ട് ദിസ് ബൈനറി പ്രോഗ്രഷൻ, ആ ബൈനറി നമ്പർ നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും. ആൻഡ് ദി പ്രോഗ്രാമർ ആൾസോ ഹാസ് ടു നോ ഹൗ ഈച്ച് ഇൻസ്ട്രക്ഷൻ അഫക്ട്സ് ദി മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് ഇൻ ദി CPU. സോ മെഷീൻ ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രോഗ്രാമർക്ക് മെമ്മറി മാനേജ്മെന്റിനെ കുറിച്ച്, മെമ്മറി എങ്ങനെയാണ് അതിനകത്തുള്ളത്, രജിസ്റ്റേഴ്സ് എങ്ങനെയാണുള്ളത്, അത് ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് എങ്ങനെയാണുള്ളതെന്ന് അറിയണം. ബിക്കോസ് നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ എനിക്കൊരു നമ്പർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു നമ്പർ A+B എനിക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ആ നമ്പർ സപ്പോസ് ഞാനിപ്പോൾ A10ഉം B11ഉം ആണ്, ബൈനറി നമ്പർ അല്ല, ഞാൻ ജസ്റ്റ് ഡെസിമൽ വെച്ചിട്ടാണ് പറയുന്നത്. സോ എ എന്നുള്ള നമ്പറിനെ നമ്മൾ ഈ ഫസ്റ്റ് നമ്പറിന് 10നെ ഞാനൊരു രജിസ്റ്ററിൽ സേവ് ചെയ്യണം, 11നെ വേറൊരു രജിസ്റ്ററിൽ സേവ് ചെയ്യണം. ഇനി 10ഉം 11ഉം കൂടെ ഞാൻ വേറൊരു രജിസ്റ്ററിൽ കൊണ്ടുവന്നിട്ട് രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് റിസൾട്ട് സം പ്ലേസിൽ സേവ് ചെയ്യണം. ദാറ്റ് റിസൾട്ട് ഞാൻ പിന്നെ പ്രിന്റ് ചെയ്യണം. സോ ദിസ് മച്ച് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഞാനൊക്കെ ഏത് രജിസ്റ്ററിൽ സേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, മെമ്മറിയിൽ എവിടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം മെഷീൻ ലാംഗ്വേജിൽ ചെയ്യുകയാണെങ്കിൽ. ഹൈ ലെവൽ ലാംഗ്വേജിലാണെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മോഡിഫൈയിങ് ആൻഡ് ടെസ്റ്റിംഗ് പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ മെഷീൻ ലാംഗ്വേജ് ആർ വെരി ഡിഫിക്കൽട്ട്. നമുക്കൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഒരുപാട് ബിറ്റ്സ് ഓഫ് ബൈനറി നമ്പേഴ്സ് ഒരുപാട് ഉണ്ടാവും. ബൈനറി നമ്പേഴ്സ് ആയിരിക്കും മുഴുവൻ പ്രോഗ്രാമിൽ ഉണ്ടാവുക. അതിനകത്ത് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് കണ്ടെത്താനും അതിൽ മോഡിഫൈ ചെയ്യാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. അനദർ ഡിസഡ്വാൻറ്റേജസ് ഈസ് ദാറ്റ് ദീസ് പ്രോഗ്രാംസ് ആർ നോട്ട് പോർട്ടബിൾ. നിങ്ങളൊരു മെഷീൻ ലാംഗ്വേജ് എന്നുള്ളത് പ്രൊസസ്സർ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങൾ ഓരോ പ്രൊസസ്സറിൽ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു പ്രോഗ്രാം എഴുതി വേറൊരു വേർഷൻ ഓഫ് കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ ആ പ്രോഗ്രാമിനെ പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനെ ഇവിടുന്ന് അവിടെ കൊണ്ടിട്ട് അവിടെ റൺ ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ആ പ്രോഗ്രാമിനെ എൻറ്റയർലി ചേഞ്ച് ചെയ്യണം. സോ ദീസ് പ്രോഗ്രാംസ് ആർ നോട്ട് പോർട്ടബിൾ. ആൻഡ് ബിക്കോസ് ഇത് പോർട്ടബിൾ ആവാതിരിക്കാനുള്ള കാരണം ബിക്കോസ് ഈച്ച് CPU ഹാസ് ഇറ്റ്സ് ഓൺ മെഷീൻ ലാംഗ്വേജ്. നോട്ട് CPU ഓർ കറസ്പോണ്ടിങ് CPU പകരം ഈച്ച് പ്രൊസസ്സർ എന്നും പറയാം. ഈച്ച് പ്രൊസസ്സർ ഹാസ് ഇറ്റ്സ് ഓൺ മെഷീൻ ലാംഗ്വേജ്. Okay, so that's about machine language. And now let us discuss about assembly language. So assembly language machine language ന്റെ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. Programmers found it difficult to write or read programs in machine language, and assembly language is one level above the machine language, and it uses certain predefined symbolic codes called ന്യൂമണിക്സ് ഇൻസ്റ്റഡ് ഓഫ് ബൈനറി കോഡ്സ്. ബൈനറി കോഡിന് പകരം certain symbolic ന്യൂമണിക് കോഡാണ് ഇവിടെ യൂസ് ചെയ്യുക. എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് ബൈനറിക്ക് പകരം എനിക്ക് ആഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൂവ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. സോ റിമെമ്പറിംഗ് ന്യൂമണിക് ഈസ് ഈസിയർ ദാൻ റിമെമ്പറിംഗ് ബൈനറി കോഡ്. എക്സാമ്പിൾ ആഡ്, അനദർ എക്സാമ്പിൾ ആഡ് നമ്മൾ ആൾറെഡി ഡിസ്ക്രൈബ് ചെയ്യും. അനദർ എക്സാമ്പിൾ ആണ് ഇപ്പോൾ മൂവ്. ഇപ്പം എനിക്ക് ഒരു രജിസ്റ്റർ ഒരു സം പ്ലേസ് ഒരു സാധനം അങ്ങോട്ട് കോപ്പി ചെയ്യണം, മൂവ് ചെയ്യണം. സോ എനിക്കതിൻ്റെ മൂവ് എന്നതിൻ്റെ ബൈനറി കോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഓർക്കുന്നതിനേക്കാൾ ഈസി ആയിരിക്കും MOV എന്ന് പറയുന്ന ന്യൂമണിക് കോഡ് ഓർത്തിരിക്കാൻ. സോ ഇങ്ങനെ നമ്മൾ പറയുന്ന പിന്നെ കോഡ്സിനെയാണ് നമ്മൾ ന്യൂമണിക് എന്ന് പറയുന്നത്. ന്യൂമണിക് മീൻസ് പ്രീ ഡിഫൈൻഡ് സിംബോളിക് കോഡ്സ്. അപ്പോൾ നമ്മൾ സിംബോളിക് കോഡ്സ് സം കോഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാം എഴുതുക. അതിൻ്റെ ബൈനറി പിന്നെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വൺസും സീറോസും ഉള്ള ബൈനറി ലാംഗ്വേജിലായിരിക്കില്ല പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ചെയ്യുക. നൗ വാട്ട് ഈസ് അസംബ്ലർ? സോ അസംബ്ലി ലാംഗ്വേജ് കഴിഞ്ഞ് നൗ അസംബ്ലർ എന്താണെന്നാണ് പറയുന്നത്. റൈറ്റിംഗ് പ്രോഗ്രാം ഇൻ അസംബ്ലി ലാംഗ്വേജ് ഈസ് ഈസിയർ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ് കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ബിക്കോസ് ന്യൂമണിക് കോഡ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അസംബ്ലി ലാംഗ്വേജ് ആൻഡ് മെഷീൻ ലാംഗ്വേജസ് ആർ ലോ ലെവൽ ലാംഗ്വേജസ്. And a program written in assembly language is translated into a machine language program before it can be run. So നേരത്തെ നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജിൽ മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. സോ അസംബ്ലി ലാംഗ്വേജിലാണ് നമ്മളുടെ പ്രോഗ്രാം എങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ് ട്രാൻസ്ലേഷൻ ഈസ് ഡൺ ബൈ എ ഡിവൈസ്, ഡൺ ബൈ എ പ്രോഗ്രാം, നോട്ട് ഡിവൈസ്, ഡൺ ബൈ എ പ്രോഗ്രാം നോൺ ആസ് അസംബ്ലർ. സോ അസംബ്ലർ ഈസ് എ പ്രോഗ്രാം which translates the assembly language program to the machine language program. So what is an assembler? Assembler translates assembly language program to machine language program because computer only machine language understand ചെയ്യുള്ളൂ. Okay,
Now we will discuss about high level languages. While writing a program in a high level language, the programmer need not know the internal structure of the computer. സോ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ എനിക്ക് അറിയണ്ട. നേരത്തെ പറഞ്ഞ അസംബ്ലി ലാംഗ്വേജിൽ ചെയ്യുകയാണെങ്കിലും ഞാൻ അറിയണം പിന്നെ ഇന്റേണൽ സ്ട്രക്ചർ, മെമ്മറി മാനേജ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് അറിയണം. ഏതൊക്കെ രജിസ്റ്റേഴ്സിലാണ് ചെയ്യുന്നത്, ഏത് രജിസ്റ്ററിലാണ് സേവ് ചെയ്യുന്നത്, ഏത് രജിസ്റ്ററിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പ്രോഗ്രാമിൽ കൊടുക്കേണ്ടി വരും. ബട്ട് ഹൈ ലെവൽ ലാംഗ്വേജിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. Then the program can be written using simple English words and common mathematic symbol. സോ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മളുടെ കോമൺ നാച്ചുറൽ ലാംഗ്വേജുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാം നമ്മുടെ ആ ലാംഗ്വേജ് പിന്നെ ഡിസൈൻ ചെയ്യുക. എക്സാമ്പിൾ, ഇപ്പോൾ പൈത്തണിൽ നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് യു ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു 10, വൈ ഈസ് ഈക്വൽ ടു 20. ദെൻ പൈത്തണിൽ നിങ്ങൾക്ക് ഒരു നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ സപ്പോസ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അഡീഷൻ നടക്കും പൈത്തണിൽ. ബിക്കോസ് ആഡ് ചെയ്യാൻ നമ്മളിവിടെ ഇവിടെ പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുക പ്ലസ്, നമ്മൾ സാധാരണ പ്ലസ് തന്നെയാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദിസ് പ്ലസ് സിമ്പിൾ മാത്രം കൊടുത്താൽ പൈത്തണിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ അവിടെ എന്ത് ചെയ്തു, നമ്മൾ പ്ലെയിൻ നമ്മുടെ സിമ്പിൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോമൺ യൂസിലുള്ള കോമൺ മാത്തമാറ്റിക്കൽ സിമ്പിൾ തന്നെയാണ് ഈ ലാംഗ്വേജിൽ, ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് സിമ്പിൾ കോമൺ ലാംഗ്വേജിൽ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ബട്ട് നോട്ട് കോമൺ ലാംഗ്വേജ് എല്ലാം അങ്ങനെയല്ല, സെർട്ടൻ ഡിഫറൻസ് ഉണ്ടാവും, സിൻടാക്സിൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക, പൈത്തണിൽ നമ്മൾ പഠിക്കുക എങ്ങനെയാണ് നമുക്കൊരു നമ്മുടെ ഐഡിയാസ്, നമ്മുടെ കോമൺ ലാംഗ്വേജിലുള്ള ഐഡിയാസ് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഡിഫറെന്റ് ഹൈ ലെവൽ ലാംഗ്വേജസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ. സോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ലാംഗ്വേജ് പിന്നെ ഡെവലപ്പ് ചെയ്യും. എക്സാമ്പിൾസ് ആൾറെഡി ഡിസ്ക്രൈബ് ചെയ്തു. ഫോർട്രാൻ, ബേസിക്, പൈത്തൺ, സി, ജാവ, കോബോൾ, പാസ്കൽ, സി പ്ലസ് പ്ലസ് എക്സെട്ര. സോ ജാവ 2 വട്ടം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് മതി. Now, what is an assembly language and machine language? So last slide ആണ്. സോ നമ്മൾ അസംബ്ലി ലാംഗ്വേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കോഡ് ഉണ്ടാവുക. അപ്പോൾ മൂവ് R3, str3. ദെൻ ഇവിടെ ഈ ആഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. ലോഡ് LDR ആഡ് എസ്, ഇങ്ങനെയായിരിക്കും അസംബ്ലി ലാംഗ്വേജിലെ കോഡ് ഉണ്ടാകുക. മെഷീൻ ലാംഗ്വേജിലെ കോഡ് നിങ്ങൾ അസംബ്ലറിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കോഡ്. 1001 കുറേ ബൈനറി നമ്പേഴ്സ് ആയിരിക്കും. നോക്കി നമുക്കൊന്നും മനസ്സിലാവില്ല. അസംബ്ലി ലാംഗ്വേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ന്യൂമറിക് കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ പ്രോഗ്രാമിംഗ് എന്താണെന്ന് മനസ്സിലാവാത്തത്. ന്യൂമറിക് കോഡ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും. നൗ നിങ്ങളിത് പിന്നെ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം, അതായത് ഹൈ ലെവൽ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വായിച്ചാൽ, സിംപ്ലി അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ ആ ലോജിക്ക് അറിയുമെങ്കിൽ ആ ലാംഗ്വേജിനെ കുറിച്ചൊരു ഐഡിയ ഉള്ള ആൾക്ക് കൃത്യമായിട്ട് അത് റീഡബിൾ ആയിരിക്കും. ആ പ്രോഗ്രാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ആ പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത്.